നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ പറ്റിയിട്ടുണ്ടോ? എവിടെയെങ്കിലും കാര്യമായിട്ട് പോകാൻ ഇറങ്ങുമ്പോൾ നല്ല മഴ. ഇന്ന് പിറവത്തെ അത്തച്ചമയം കാണാമെന്ന് പ്ലാൻ ചെയ്തിരുന്ന, പക്ഷേ ഞങ്ങൾ റെഡി വന്നപ്പോഴേക്കും ഒത്തിരി വൈകിപ്പോയി. അപ്പോൾ ഇനി പിറവത്തോട്ട് പോയിട്ട് കാര്യമില്ല ഓർത്ത് നേരെ ഞങ്ങൾ തൃപ്പൂണിത്തുറയ്ക്ക് വെച്ച് പിടിച്ചു കേട്ടോ. ആദ്യം ഞങ്ങൾ വെച്ച് പിടിച്ചത് കൂത്തമ്പലത്തിലേക്കാണ്. അവിടെ ആലപ്പുഴ റൈബാൻ്റെ നല്ല അടിപൊളി ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു, ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടായില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ചാടിപ്പോയി നേരെ ഗ്രൗണ്ടിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ എനിക്ക് ഒത്തിരി റൈഡ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ യന്ത്രൂഞ്ഞാലും ടോയ് ട്രെയിൻസ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ ദിവസം ഞാനും കൂടെ രണ്ടുപേർക്കും കൂടി കയറാൻ പാകത്തിന് ഒരു ട്രെയിൻ ഞങ്ങൾ കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ ആ ട്രെയിനകത്ത് കയറാൻ പോവാണ്. 80 രൂപയായിരുന്നു കേട്ടോ ടിക്കറ്റ്. അപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ ട്രെയിനിൽ കയറാൻ വേണ്ടി റെഡി ആയിട്ടിരുന്നു. അവിടെ എനിക്ക് ഒത്തിരി റൈഡ്സ് ഉണ്ട്, പക്ഷേ ഈ യന്ത്രൂഞ്ഞാലൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാട്ടോ. ഈ ആകാശത്തോണിയിലൊക്കെ പണ്ട് കടലുണ്ടി വാവുത്സവത്തിന് കയറിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കയറാൻ പറഞ്ഞാൽ അതിനും ധൈര്യമില്ല. ഈ ദിവസം ട്രെയിൻ വീക്ക്നെസ് ആയതുകൊണ്ടാട്ടോ ട്രെയിനിൽ തന്നെ കയറാൻ ഓർത്തത്. ടിക്കറ്റൊക്കെ ചേട്ടൻ്റെ കൈ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ കയറി സീറ്റിലിരുന്നു. വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ചേട്ടനെ നോക്കാൻ പറഞ്ഞിട്ട് ഈ ദിവസം എന്തായിട്ടും കണ്ടില്ല. അവസാനം അവൻ്റെ പെടലി പിടിച്ച് ഞാൻ ഓടിച്ചപ്പോഴാണ് കേട്ടോ കണ്ടത്. സംഭവം ഇതിനകത്ത് കയറിയപ്പോൾ നല്ല രസമായിരുന്നെങ്കിൽ കുറേ നേരം ഇത് ഓടിച്ചപ്പോൾ എനിക്ക് തന്നെ മടുത്തു. ഇതെന്താ അവർ നിർത്താത്തതെന്ന് വരെ തോന്നിപ്പോയി. അതിലുണ്ടായിരുന്ന 1-2 പിള്ളേരൊക്കെ പേടിച്ച് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ദിവസം ഫുൾ വോൾട്ടേജിൽ ചിരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കുറേ തവണ കറങ്ങിയപ്പോഴേക്കും അവൻ്റെ കിളി പോയെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിൻ എന്ന് ചോദിച്ചപ്പോഴേ പ്രത്യേകിച്ച് ഒരു ഭാവഭേദവും ഇല്ലാതെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ട്രെയിൻ നിർത്താനുള്ള ഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ ഒരു കുഞ്ഞു ട്രെയിൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ചുമ്മാ വട്ടത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. നേരത്തെയുള്ള ട്രെയിൻ കുറച്ച് ഹൈറ്റിലുമായിരുന്നു. അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചാട്ടം പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറേ ലൈറ്റൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 2 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ദിവസം അതിലും കയറി ഫുൾ വോൾട്ടേജിൽ ചിരിച്ചാണ് ഇരിക്കുന്നത്. ഇതും എനിക്ക് കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ച് തുടങ്ങി കേട്ടോ. പക്ഷേ ദിവസം അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, കാരണം വലിയ ചാട്ടം കുലുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വർക്ക് തുടങ്ങി. പക്ഷേ ഇന്ന് അവിടുന്ന് ആകെ ബജി മാത്രമേ മേടിച്ചുള്ളൂ. കോളിഫ്ലവർ ബജിയാണ് മേടിച്ചത്. തിരിച്ച് വരുമ്പോൾ ഈ ദിവസം ഒരു ബലൂൺ മേടിച്ചായിരുന്നു കേട്ടോ വിമാനത്തിൻ്റെ. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ കയറിയപ്പോഴേ അതിനെ ഞാൻ ആ ടേബിളിൽ കെട്ടിയിട്ടേക്കുമായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് ഫുഡും കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല നട്ടപ്പാതിരായതുകൊണ്ട് ഈ ദിവസം നല്ല ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു.